ഇതിൻ്റെ എല്ലാം മുകളിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതൊരു വിഷയമല്ല. കാരണം എല്ലാവരെയും നഷ്ടപ്പെട്ട് പോയവരെ കൂടെ വോട്ടർമാരാക്കുക എന്നുള്ളതല്ല, പരമാവധി ആളുകളെ ഈ പട്ടികയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. ദ ഓൾ എക്സ്ക്ലൂസീവ് എലക്ഷൻ ഡ്രാമയാണ് നടക്കുന്നത്. വോട്ടർ പട്ടിക പരിഷ്കരണം എക്സ്ക്ലൂസീവ് ആയ കുറേ പേരെ മാത്രം ചേർക്കാനുള്ള ഒരു പദ്ധതിയായി മാറുകയാണ്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ പല സംസ്ഥാനങ്ങളിലെയും നടപടിക്രമത്തെക്കുറിച്ചുള്ള സംശയം വരുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ പുറത്തു പോവുക വളരെ പാവപ്പെട്ടവരും വളരെ സമൂഹത്തിൻ്റെ അരികിൽ ജീവിക്കുന്ന ആളുകളുമായിരിക്കും. അവർ വോട്ട് ചെയ്തെങ്കിൽ ആർക്കാണ് നഷ്ടം? വേറെ രീതിയിൽ പറയാം, കേരളത്തിൽ ഒരു പക്ഷേ വാശിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുമായിരിക്കും. കേരളത്തിന് പുറത്തേക്ക് പോയാൽ, നോർത്ത് ഇന്ത്യയിൽ പോയാൽ ഒരു സെമി കേഡർ സ്വഭാവത്തിലെങ്കിലും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്? അത് BJP ആണ്. BJPക്ക് കീഴിലുള്ളവരാണ്. അവർക്ക് ഓരോ പേജിനും പന്ന പ്രമുഖ അടക്കമുള്ള സംവിധാനമുള്ള പാർട്ടിയാണ് BJP. കോൺഗ്രസിനൊന്നും ഒരു സംവിധാനവുമില്ല. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ആ തരത്തിൽ ആലോചിച്ച് നോക്കിയാലും ആർക്കാണ് ഗുണം? അതുമായിരിക്കാം ഇവരുടെ കണക്കുകൂട്ടൽ. പക്ഷേ എന്തായാലും ഇന്ത്യൻ ജനാധിപത്യത്തോട് തീരെ ബഹുമാനമില്ലാത്ത ഒരു നടപടിക്രമമായി 2022 2 വർഷമെടുത്ത പ്രോസസ്സിനെ, അതിൻ്റെ ആദ്യഘട്ട പ്രോസസ്സിനെ വെറും 1 മാസമായി ചുരുക്കുന്ന പരിപാടിക്ക് എന്താണ് ചരിത്രം പേരിടുക? അത് നമുക്ക് കാണാം.